കണ്ണൂർ കൺവെൻഷന്റെ വീഡിയോസ് ഇറങ്ങിയായിരുന്നേ. അപ്പം ഭയങ്കര ഭയങ്കര പവർഫുൾ എല്ലാം ഫുൾ വചനത്തെക്കുറിച്ച് അച്ഛൻ അതിനകത്ത് പറയുന്നേ. അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നത് ഒന്ന് ഷെയർ ചെയ്യാനായിരുന്നേ. അച്ഛൻ പറഞ്ഞ സാധനങ്ങളാണ്. അപ്പൊ അച്ഛൻ ഈ ഈ വചനം പറഞ്ഞേച്ച് ഈ വെളിപാടിന്റെ ഈ വചനം പറഞ്ഞ് പിന്നെ അച്ഛൻ അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മുടെ എന്നാ കുഞ്ഞാടിന്റെ രക്തവും സാക്ഷ്യത്തിന്റെ വചനം അങ്ങനെയുണ്ടല്ലോ, വെളിപാട് 12:11 തോന്നുന്നു. അപ്പൊ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞില്ലേ ഈ മറ്റേ സംഹാരദൂതൻ വരുമ്പോൾ നമ്മൾ ആ രക്തം എടുത്ത് നമ്മുടെ ആ എന്നാ ഡോർ പോസ്റ്റിൽ ഇടണം എന്ന്. പക്ഷെ വരെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക, ഒരു വീട്ടിലെ അപ്പൻ എല്ലാം എടുത്തുകൊണ്ട് വന്നു, ദൈവം പറഞ്ഞ പോലെ കുഞ്ഞാടിനെ എല്ലാം ഇതാക്കി. പക്ഷെ അവിടെ അടുപ്പത്ത് വെച്ച് പുള്ളി ഉറങ്ങിപ്പോയെന്ന് ഓർത്തു. അപ്പൊ എന്നാ പറ്റും? സംഹാരദൂതൻ വന്നാ അടുപ്പത്തുണ്ടല്ലോ, എന്നാ പിന്നെ രക്ഷിച്ചേക്കാന്ന് പറഞ്ഞ് അയാള് ഇല്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അടുപ്പത്തുണ്ട്, പക്ഷെ രക്തം ഡോർ പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ വചനം എന്റെ കയ്യിലുണ്ട്, എന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് എടുത്ത് വായിക്കണം, ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അത് ഉപയോഗിക്കാം. വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു മെയിനായിട്ട് നമുക്ക് നമ്മുടെ ഒരു നറിഷ്മെന്റ്, നമ്മുടെ ഒരു നറിഷ്മെന്റും പോഷകമില്ല അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ആയുധമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അച്ഛൻ പറഞ്ഞ ഒരു സാധനം, നമ്മൾ എഫെസോസ് 6 നമ്മൾ ആത്മീയ സമരം 6-ാം അധ്യായം നമ്മളെപ്പോഴും വായിക്കുന്നതാണല്ലോ 10 തൊട്ട് 17 വരെ. അതിനകത്തുള്ള നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ, രക്ഷയുടെ പടത്തൊപ്പി, പാദരക്ഷകള്, കവച, അതെല്ലാം അതിനകത്ത് പറഞ്ഞേക്കുന്ന എല്ലാ ഇത് നോക്കുവാണ്, എല്ലാം ശരിക്കും പറഞ്ഞാൽ സെൽഫ് ഡിഫെൻസിനുള്ള സാധനങ്ങളാണ്. അതായത് സെൽഫ് പ്രൊട്ടക്ഷൻ. ഇപ്പൊ പാദരക്ഷ നോക്കിയാൽ, ഹെൽമെറ്റ്, അതായത് എനിക്കൊന്ന് സംഭവിക്കാതിരിക്കാനുള്ള സാധനമാണ്. പക്ഷെ അതിനകത്ത് ഒരു സാധനം മാത്രമേ ഉള്ളൂ, അറ്റാക്ക് ചെയ്യാനുള്ള സാധനം. അതായത് ഇപ്പൊ എനിമി വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള സാധനം ഒരെണ്ണം മാത്രമേ ഉള്ളത്, വാളാണ്. വാളെന്ന് പറയുന്നത് വചനമാകുന്ന നമ്മുടെ വാള്. അപ്പൊ അച്ഛന്മാർ നമ്മൾ ആ വാൾ എടുക്കണം. അപ്പം എന്നാ പറയുന്നത്, ഇപ്പൊ ഈശോ ആണേലും മരുഭൂമിയില് പിശാച് വന്നപ്പം, അപ്പം എഫെസോസ് 6-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മള് പൊരുന്ന മാംസത്തിന്റെ രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾ ആധിപത്യങ്ങൾക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, കാരണമില്ലാതെ കുറ്റപ്പെടുന്നു, അല്ലെ പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ശരിക്കും അവരോട് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെ അവരോട് കുറെ ലെക്ചർ അടിച്ചിട്ടോ ഒരു കാര്യമില്ല. അച്ഛൻ്റെ ലൈഫിന് കുറെ എക്സാമ്പിൾസ് ഇങ്ങനെ പറഞ്ഞു, തടസ്സങ്ങൾ മാറാം. അപ്പൊ അച്ഛൻ പറഞ്ഞു നമ്മൾ ഈ വാളെടുത്ത് അതിനെതിരായിട്ട് വാളിന്റെ വചനം, നമ്മൾ വചനം ഉപയോഗിക്കുക. ഇപ്പൊ ഈശോ ആണെങ്കിലും മരുഭൂമിയിൽ പിശാച് വന്നപ്പോൾ ഒച്ചയെടുക്കോ തർക്കിക്കാൻ പോവോ ഒന്നും ചെയ്തില്ല. പഴയ നിയമത്തിൽ 3 വചനം പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതൊരു സാധനം അച്ഛൻ പറഞ്ഞു. പിന്നെ കുറെ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞ വേറൊരു എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ്, ജെറമിയ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട്, അപ്പോൾ കർത്താവ് അരുൾ ചെയ്തു, നീ കണ്ടത് ശരി. ഒരു ജാഗ്രതാ വിഷയത്തെ കാണിച്ചു കൊടുത്ത് ജെറമിയോട് പറയും, എന്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. എന്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. അപ്പൊ അതായത് ബൈബിളിലെ ഓരോ അതായത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അച്ഛൻ തന്നെ ബൈബിളിനെ ഏറി പറയുന്നുണ്ട്, അബ്രഹാത്തിന് നക്ഷത്രങ്ങൾ കാണിച്ചിട്ട് പറയുന്നുണ്ടല്ലോ, ആകാശത്തിലെ നക്ഷത്രത്തിന് അത്രയും നിന്റെ സന്തതികളെ ഞാൻ ആക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും രാത്രിയാണ്, പക്ഷെ ആക്ച്വലി അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന സമയത്ത് അബ്രഹാം മയങ്ങി പിന്നെ ഉടമ്പടി ചെയ്യുമ്പോൾ പിന്നീടാണ് രാത്രിയാവുന്നത്. അപ്പൊ ശരിക്കും അബ്രഹാമിന് നക്ഷത്രം കാണിച്ചത് പകല നക്ഷത്രം നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അബ്രഹാം നോക്കുമ്പോ ഇങ്ങനെ പകൽ ആകാശം കണ്ടിട്ട് ദൈവം പറയാണ്, ഇത്ര നക്ഷത്രത്തെ പോലെ നിന്റെ സന്തതിയാകും. അപ്പൊ അബ്രഹാം ഒരു നക്ഷത്രത്തെയും കണ്ടില്ല, പക്ഷെ ഞാൻ കാണാത്ത നക്ഷത്രം ദൈവം പക്ഷെ ആ പകലിൽ ആണെങ്കിലും ദൈവം കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന വെച്ചിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടേ. അതായത് എൻ്റെ ഇൻസിഡൻസ്, ഇപ്പം നമ്മൾ ഒരാൾ പ്രാർത്ഥിച്ചിട്ട് എല്ലാം തടസ്സമാണല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും വരുന്നില്ലല്ലോ, എന്നാൽ പിന്നെ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നേ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ പിന്നെ എന്ത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകേണ്ടത് എൻ്റെ ജീവിതത്തിൽ? നമ്മൾ ഈ വചനം നോക്കിയിട്ട്, ഈ വചനത്തെ, നമ്മുടെ ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ബുക്കാണ്, നമ്മളൊരു ചുമ്മാ ഒരു പുസ്തകമല്ല. നമ്മൾ ഈ ബൈബിളിലെ ഒരു വചനം വിശ്വസിച്ച് ഞാൻ ഏറ്റെടുക്കുമെന്ന് ഓർത്തു. അതായത് ഇപ്പൊ എനിക്ക് ഭയങ്കര ഭയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏഷ്യ 41 പറയാം, ഡു നോട്ട് ബി അഫ്രൈഡ്, ഐ എം വിത്ത് യു, ഐ എം യുവർ ഗോഡ്, ലെറ്റ് നത്തിങ് ടെറിഫൈ യു. ഇത് ഞാൻ വിശ്വസിച്ച് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാന്ന് ഓർത്തു. അപ്പൊ ജെറമിയായില് ദൈവം പറഞ്ഞില്ലേ, എന്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. കൊതിയോടെ എന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വചനം പോലും ഫലരഹിതമായി തിരികെ വരികയില്ല. അപ്പൊ ഓരോ വചനവും നിറവേറ്റാൻ കൊതിയോടെ ഇരിക്കുന്ന ഒരു ദൈവം ഒരു സൈഡിൽ നമുക്ക് ഉള്ളപ്പോ നമ്മൾ ഇത് വിശ്വസിച്ച് ഏറ്റെടുത്ത് കഴിഞ്ഞാല് അത് അപ്പൊ നമ്മൾ സംഭവിക്കും. അങ്ങനെയാണ് നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോകേണ്ടത്. അല്ലാതെ എന്റെ ലൈഫിൽ നടക്കുന്ന ഇൻസിഡൻസ് വെച്ചിട്ടല്ല ഞാൻ ജഡ്ജ് ചെയ്യേണ്ടത്. നമ്മൾ ഈ വചനം ഏറ്റെടുത്ത് നമ്മളത് പ്രൊക്ലെയിം ചെയ്യണം, അല്ലെങ്കിൽ അത് ചുമ്മാ ഈ അടുപ്പത്ത് വെച്ച് അതുപോലെ ഇരിക്കും. അപ്പൊ അതാണ് അച്ഛൻ പറഞ്ഞൊരു സാധനം. അപ്പം അതാണ് മനസ്സിൽ വന്നത്. എല്ലാവരും ആ കണ്ണൂർ കൺവെൻഷൻ അതുപോലെ ഒരു വ്യക്തി വചനത്താൽ നിറഞ്ഞ് നമ്മൾ വചനം ചുമ്മാ ഏറ്റു പറയാന്ന് ഓർത്തു, ആ സ്ഥലത്തെ അന്തരീക്ഷം തന്നെ മാറും.
എന്നിട്ട് ഒരു ലാസ്റ്റ് കാര്യം, അച്ഛൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അച്ഛൻ ബൈബിൾ ക്രാഷ് കോഴ്സ് ചെയ്യുമല്ലോ 10 ദിവസം. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വലിയ കാര്യത്തിൽ ഭയങ്കര എക്സ്പ്ലനേഷൻ ഒക്കെ നടത്തുക, എല്ലാവരും നോട്ട് എഴുതുക. ഒരു ചേട്ടൻ മാത്രം ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ ഓർത്ത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് ഈ ചേട്ടൻ എന്നെ ഒന്ന് എഴുതിയെടുക്കാത്ത. അപ്പോൾ അടുത്ത ദിവസം അച്ഛൻ രാവിലെ എഴുന്നേറ്റിട്ട് ചെന്നിട്ട് പറഞ്ഞു, നമ്മൾ പഠിച്ചല്ലേ ഇതുവരെയുള്ള വചനങ്ങളൊക്കെ നമ്മൾ പറയാൻ പോവാ, എല്ലാവരും വായിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഫസ്റ്റ് ഈ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ചേട്ടനൊന്നും എഴുതിയിട്ടില്ലെന്ന് അച്ഛൻ അറിയാം. അപ്പോൾ ചേട്ടനെ വിളിച്ചു. പക്ഷെ ചേട്ടൻ വന്ന് നിന്ന് സ്റ്റാർട്ട് പറഞ്ഞ് ചേട്ടൻ ഇങ്ങനെ കണ്ടിന്യൂസ് വചനം പറയുന്നതാണ്. അപ്പം അച്ഛൻ പറയാം, ഒരു മുറി പരിശുദ്ധാത്മ വന്നാൽ എനിക്കത് മനസ്സിലാവും, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും, ആ അന്തരീക്ഷം തന്നെ മാറിയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ കൺവെൻഷൻ ആ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺ ദ സ്പോട്ട് അച്ഛൻ ആത്മാവ് പ്രേരിപ്പിച്ച് ആ ചേട്ടനെ സ്റ്റേജിൽ കയറ്റി. നിങ്ങൾ ആ വീഡിയോ കാണണം. എൻ്റെ ഈശോയെ, ആ ചേട്ടൻ അച്ഛൻ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ കണ്ണടിച്ച് ഒരു പുസ്തകം ഒന്നുമില്ല, കണ്ടിന്യൂസ് ഇങ്ങനെ വചനം പറയാം. പക്ഷെ നമ്മളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഫീൽ ചെയ്യുക ചേട്ടൻ സംസാരിക്കുമ്പോൾ. അപ്പം അച്ഛൻ പറയും, നിങ്ങൾ ഇതുപോലെ നിങ്ങളൊരു സ്ഥലത്ത് ചെന്ന് വചനം പറഞ്ഞാൽ മതി, അവിടെ ആ അറ്റ്മോസ്ഫിയർ തന്നെ മാറും, അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, ഭയങ്കര അഭിഷേകം ഉണ്ടാവും. അതുപോലെ ന്യൂ ഇയറിന് അച്ഛൻ പറഞ്ഞ ഒരു സാധനമാണ് ഈ വർഷം നമ്മളെല്ലാവരും ചെയ്യേണ്ട സാധനം, ബൈബിൾ വായിക്കുക എന്നുള്ളത് ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ അതിൽ കൂടുതൽ പശു ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്ന പോലെ നമ്മൾ ഒരു വചനം എടുക്കണം, എന്നിട്ട് നമ്മൾ ധ്യാനിക്കണം. അപ്പം അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണ് ധ്യാനിക്കുന്നത്, നിങ്ങളൊരു നോട്ട്ബുക്കും പേനയും എടുത്ത് എല്ലാ ദിവസവും പറ്റുന്ന പോലെ 5 മിനിറ്റെങ്കിൽ നിങ്ങളുടെ സമയം അനുവദിക്കുന്ന പോലെ നമ്മളത് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യണം, കൂടെ കൂടെ എഴുതിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്താലേ നമ്മുടെ ഹൃദയത്തിൽ അത് കയറത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞു 2026 നിങ്ങളത് ട്രൈ ചെയ്തോ, 31-ാം തീയതി നിങ്ങൾ വന്ന് പറയുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് വചനത്തിനോട് ഒരു ഭയങ്കര ഇഷ്ടമൊക്കെ തോന്നാൻ തുടങ്ങി. അപ്പം നമ്മളെല്ലാവരും അത് ട്രൈ ചെയ്യണം. ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുന്ന നമ്മളത് ചെയ്യണം. വചനത്തിന്റെ ശക്തി നമുക്ക് പ്രാർത്ഥിക്കുക, ഈശോയെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഈ 2026 നമ്മൾ ആരും വചനത്തിന്റെ ശക്തി അറിയാതെ പോകരുത്. ഡിസംബർ 31 ആകുമ്പോഴത്തേക്കും നമ്മൾ അതുപോലെ വചനത്തോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഞാൻ ഒരു കാര്യം പറയുകയാണെ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അന്തരീക്ഷം പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴേ, അന്തരീക്ഷം മാറും എന്ന് പറഞ്ഞപ്പോ ഒരു സാധനം പറഞ്ഞ് ഞാൻ പറയാൻ വരുമായിരുന്നു. ഇതിനകത്ത് പറയുന്നില്ലേ, ഇങ്ങനെ വാക്കുകൾ വായിക്കുന്നവരും, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്ന പാലിക്കുന്നവരും അനുഗ്രഹിക്കുന്നവരും. ഇപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ വചനം ഇങ്ങനെ വായിക്കാത്ത ആളായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് വായിക്കുന്നതും കേൾക്കുന്നതും ഇഷ്ടമല്ലാത്ത ആളായിരുന്നു. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കറിയാം, അതെ ബൈബിള് വായിക്കണം എന്നൊക്കെ എല്ലാവരും പറയുന്നു. ഡാനിച്ചും പറയുന്നു, നമ്മൾ കമ്മ്യൂണിറ്റി വന്ന് ഇവിടെ ഉള്ളവരെല്ലാവരും പറയുന്നു വചനം പഠിക്കുന്നു, ഇവരെല്ലാവരും വചനം പഠിക്കുന്നവരാ. അപ്പൊ വചനം പഠിക്കണം, വചനം വായിക്കണം എന്ന് പറയുന്നതേ. അപ്പം ഞാനിങ്ങനെ അതെ ശരിക്കും ഈശോയാണെന്ന് അറിയാം, ബൈബിള് ഈശോയാണെന്ന് അറിയാം, പക്ഷെ വായിക്കാൻ എനിക്ക് മടിയായിരുന്നു. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വായിക്കാൻ അങ്ങനെ എഫേർട്ട് ഇട്ടിട്ടുണ്ടോന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഒരു ഇതായിരുന്നു, എനിക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൂടെ. അപ്പൊ ഒന്നാമത് അതുകൊണ്ട്, പിന്നെ നമുക്ക് വചനം വായിക്കാനുള്ളൊരു റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ. അപ്പം എല്ലാം കൂടെ വന്നിട്ട് എനിക്ക് അങ്ങനെ ഞാൻ വചനം കൊണ്ടുപോകുക ചെയ്യും, ബൈബിള് എവിടെ പോയാലും കൊണ്ടുപോകുക ചെയ്യും. പക്ഷെ വായിക്കാൻ എനിക്ക് അങ്ങനെ ബൈബിള് തുറന്നു ഒരു അധ്യായം വായിക്കാം അങ്ങനെയൊക്കെ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വായിക്കണം എന്നുണ്ടായിരുന്നു, പഠിക്കണം എന്നുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി വന്നേ പിന്നെ വചനം പഠിക്കണം എന്നുള്ള ഒരു സാധനം അറിയാം. പക്ഷെ എന്നാലും ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നേ. അപ്പൊ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ കമ്മ്യൂണിറ്റി ഇപ്പൊ എല്ലാരും ഇങ്ങനെ വഴക്ക് പറഞ്ഞു. അങ്ങനല്ല, ആ ചേട്ടൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞു, ഇങ്ങനെ നീ ഇങ്ങനെ നടന്നോണ്ടിട്ട് വചനം പഠിക്കുന്നില്ലല്ലോ, അങ്ങനെ ഒരു ദിവസം വഴക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് അതെങ്കിൽ വചനം ശരിയാണല്ലോ, ഞാൻ പഠിക്കുന്നില്ലല്ലോ, ഒന്ന് കൊട്ട് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവെന്ന് പറഞ്ഞാലേ അന്ന് പഠിക്കുന്നില്ലല്ലോ. അപ്പൊ ഞാന് അന്ന് വൈകിട്ട് പോയിട്ട് എനിക്ക് വിഷമായിട്ട് ഞാൻ അന്ന് പോയിട്ട് എനിക്ക് വന്ന ഒരു 16-17 വചനം പഠിച്ചു. 16 വചനം പഠിച്ചു ഞാൻ ശരിക്കും. റോമ 8 എന്തോ കണ്ട്. അപ്പം പഠിച്ചേ ഞാനത് ഫ്ലോ പോലെ അങ്ങനെ പഠിച്ചു. കാരണം അങ്ങനെ പഠിക്കാൻ വാശിയായിരുന്നു അതുപോലെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നാലും പിന്നെ മടി പിടിച്ചൊക്കെ ഞാൻ എന്നാലും വായിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എപ്പോഴാന്ന് അറിയത്തില്ല, എപ്പോഴോ ഇങ്ങനെ ഈ ഓഡിയോ ബൈബിളിന്റെ കാര്യമൊക്കെ കേൾക്കുക. ഓഡിയോ ബൈബിൾ അതിലേക്കാണ് വരുന്നതേ. ഓഡിയോ ബൈബിളിന്റെ കാര്യം കേൾക്കുക. ഞാനിങ്ങനെ ഡാൻസ് പറഞ്ഞുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജോസ്റ്റൻ ഇങ്ങനെ ഒരു ആപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞേ, ആത്മരക്ഷ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, ഓഡിയോ ആപ്പ്. അതെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ നാടകം പോലെ, നറേഷൻ പോലെ ഇങ്ങനെ ബൈബിൾ കേൾക്കാം. രസമാണ് കേൾക്കാൻ, അടിപൊളിയാ. നമുക്കിങ്ങനെ മാതാവിന്റെ സ്തോത്രഗീതമൊക്കെ പാട്ടാ, ഭയങ്കര രസമായി കേൾക്കാൻ. അപ്പൊ അങ്ങനെ ഇതിങ്ങനെ കേൾക്കാം, എന്ത് വേണേലും ചെയ്യുമ്പോൾ കേൾക്കാം. അപ്പം ഞാനിത് ഇങ്ങനെ അതുകൊണ്ട് അപ്പൊ എപ്പോഴാന്ന് അറിയത്തില്ല ഈ സാധനം കേൾക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഓഡിയോ ബൈബിള് കേൾക്കാൻ തുടങ്ങി. ഓഡിയോ ബൈബിള് ഞാൻ എന്റെ ഓഡിയോ ബൈബിള് കേൾക്കാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ എപ്പോ നോക്കിയാലും ഓഡിയോ ബൈബിള് കേൾക്കാൻ തുടങ്ങി. ഞാന് അലക്കുമ്പോ കേൾക്കും, നോട്ട് എഴുതുമ്പോ കേൾക്കും, ഞാൻ ഉറങ്ങുമ്പോ കേൾക്കും. അങ്ങനെയൊക്കെ ഇതിനോടൊരു ഭയങ്കര കൊതിയായേ. പക്ഷെ നമുക്ക് വചനത്തോടൊരു പിന്നെയാണ് വചനം വായിക്കാനുള്ളൊരു സാധനവും പഠിക്കാനുള്ള എനിക്ക് ഭയങ്കര ആർത്തിയായി. പിന്നെ വചനം പഠിക്കാനും വചനം വായിക്കാനൊക്കെ ഭയങ്കര. പിന്നെ സുവിശേഷം കേൾക്കും. അങ്ങനെ ഓഡിയോ ബൈബിൾ കേൾക്കുവാണല്ലോ. ഓഡിയോ ബൈബിള് കേട്ട്
ഇത് തുറന്നു എന്ന് വെച്ചാൽ എനിക്ക് വചനത്തോടുള്ള ഒരു തുറവ്, ഞാൻ അതാ പറയാൻ വന്നേ. ഇപ്പൊ നമ്മളെല്ലാരും എന്നാ ഒരു പക്ഷെ ചിലപ്പം വായിക്കുമായിരിക്കും, പക്ഷെ കേൾക്കത്തില്ലായിരിക്കും. ഒരു പക്ഷെ ഏതെങ്കിലും വെച്ചാൽ അങ്ങനെയല്ല, എല്ലാവർക്കും ഒരു രീതിയിൽ. ഇപ്പൊ എന്റെ സ്ഥാനത്തിൽ എനിക്ക് അത് തുറന്നു കിട്ടിയത് കേൾക്കാൻ കൂടെ തുടങ്ങി പിന്നെയാ. വന്ന് വെച്ച് വായിക്കരുതെന്നല്ല, വായിക്കുകയും കേൾക്കുകയും പാലിക്കുകയും അതും കൂടെ ചെയ്യുമ്പോഴാണല്ലോ കുറച്ചും കൂടെ ഇത് വചനം പറയുന്നവരെ വായിക്കണം, കേൾക്കണം, പാലിക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ ആ ഒരു സാധനം കൂടെ ചെയ്ത് ചില ഇപ്പൊ ഇനി ഇങ്ങനെ ആരെങ്കിലും വായിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നത്, ഇപ്പൊ എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, മടിയെടുത്തൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, കേൾക്കാനും കൂടെ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് ആഗ്രഹം ഉണ്ടാവുന്നുള്ളതാ. ഇത് വിശ്വസിക്കുക. ഞാനിങ്ങനെ മുറ്റമടിക്കില്ലേ, മുറ്റമടിക്കുമ്പോഴൊക്കെ ഞാന് ഓഡിയോ ബൈബിൾ ഇങ്ങനെ വെച്ച് മുറ്റമടിക്കും. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ കാണും, ഞാനിങ്ങനെ ഇതിലെ അഭിഷേകം ഉണ്ടല്ലോ, ഈ സ്ഥലം മുഴുവൻ വിശദീകരിക്കപ്പെടുവാണല്ലോ. അപ്പൊ ഈ വചനം ഇങ്ങനെ എയറിൽ നിൽക്കുന്നത്, വീട് ഫുള്ള്. ഞാൻ എന്നിട്ട് ഒരു ജെറീക്കോ നടത്തുക മുറ്റമടിക്കുമ്പോൾ ഞാൻ ഒരു ജെറീക്കോ നടത്തുക. ഞാൻ ഇങ്ങനെ മനസ്സിൽ കണ്ടാ ഞാനിങ്ങനെ മുറ്റമടിക്കുന്നത്. ഞാനിങ്ങനെ ഇവിടെ മൊത്തം വിശദീകരിക്കപ്പെടുവാണല്ലോ, വചനം ഇങ്ങനെ മുഴങ്ങുവാണല്ലോ. ആകാശത്തൂടെ ഒക്കെ നടങ്ങി ഈ സ്ഥലം മുഴുവൻ വിശദീകരിക്കുന്നത്, ഞാൻ നിന്ന സ്ഥലം മുഴുവൻ വിശദീകരിക്കപ്പെടും വചനം കേട്ട്. അപ്പൊ ഞാന് മുറ്റം അടിക്കുമ്പോ ഞാൻ വചനം കേൾക്കുന്നു. ഞാൻ ആദ്യം ഇങ്ങനെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, ഓ ശരി, അപ്പൊ ഞാൻ മാത്രല്ലേ കേൾക്കുള്ളൂ, സ്പീക്കർ വെച്ച് കഴിഞ്ഞാൽ ഈ അന്തരീക്ഷം മൊത്തം കേൾക്കുമല്ലോ, അപ്പൊ അത് മൊത്തം വിശദീകരിക്കപ്പെടുള്ളൂ. അപ്പൊ ഞാൻ ഇത് വിശദീകരിക്കപ്പെടുന്ന കണ്ടിട്ടാ ഞാനിത് മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്നതേ. ഒരു കയ്യിൽ മൊബൈൽ വെക്കും, ഒരു കയ്യിലും ചൂരച്ചടിക്കും, പിന്നെ പെരക്കാ മോട്ടർ അടിക്കും. പിന്നെ ഈ പാത്രം കഴുകുമ്പോൾ ഞാനിത് വെച്ചോണ്ട് അടിക്കുന്നേ, ഓടി അങ്ങനെ കേട്ട് കേട്ട് അപ്പയ്ക്കും അമ്മയ്ക്കും ഇത് കേൾക്കണം തോന്നുക. അപ്പയ്ക്കും അമ്മയ്ക്കും ഇത് ഞാൻ പാത്രം കഴുകുമ്പോൾ ഞാനിത് ഓഡിയോ ബൈബിൾ ഓൺ ആക്കിയിട്ടാ പാത്രം കഴുകുന്നേ. നല്ല ഒച്ച വെക്കും, എല്ലാരും വീട് മുഴുവൻ കേൾക്കുവേ. അപ്പൊ ഒരു ദിവസം പപ്പ ചോദിച്ചു, പപ്പയ്ക്ക് എന്താ പറഞ്ഞു, എനിക്കും കേട്ടിട്ടാ, മൊബൈലിൽ കേട്ടിട്ടാ. അമ്മ വെച്ചാൽ അമ്മയ്ക്കും കേട്ടിട്ടാ. അങ്ങനെ രണ്ടുപേർക്കും കൂടെ കേട്ട് അവരും കേൾക്കാൻ തുടങ്ങി. അമ്മയുടെ പണിയൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ അമ്മയും കേൾക്കാൻ തുടങ്ങി. അമ്മ പുറത്തു പോയി അമ്മയുടെ സ്ഥലത്ത് പോയിട്ട് അമ്മ പണിയെടുക്കുമ്പോൾ അമ്മ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് വഴി നീളെ പൊക്കോണ്ടിരിക്കും, നടന്നു പോകണം. അപ്പൊ വഴി നീളെ പൊക്കോണ്ടിരിക്കുമ്പോൾ അമ്മ ഇത് കേൾക്കാൻ തുടങ്ങി. പപ്പയുടെ സമയത്ത് പപ്പ കേൾക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇത് കേൾക്കാൻ തുടങ്ങി. വചനം നമ്മള് കേട്ട് കേട്ട് വചനം പഠിച്ച് വചനത്തോടൊരു എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക. വചനത്തോടുള്ള ഒരു സാധനം നമുക്ക് ആ ഒരു അത് ഉണ്ടാവണം. നമുക്ക് അധികം സമയമൊന്നുമില്ലേ, നമുക്ക് അധികം പഠിച്ചോണ്ടിരിക്കാൻ ഇനി സമയം ഉണ്ടെന്ന് ഓർത്തൊന്നും ഇരിക്കാനുള്ള സമയം ഇല്ല.